ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ് ആദ്യം ഞാൻ പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന കറൻറ്റ് ഫീലിങ്സിനെയാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അൺകണ്ടീഷണൽ ലവ് ആണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ മനസ്സും ശരീരവും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരെന്ന വ്യക്തി പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലുമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അവരായി നിന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. അവരെന്ന വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയോടുള്ള ആ ഒരു റെസ്പെക്റ്റിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കൊടുത്ത സ്നേഹവും കരുതലും തന്നെയാണ് ആ റെസ്പെക്റ്റ് കിട്ടാനുള്ള കാരണവും. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അവരത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഒരു റിച്ച് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇനി ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് സ്വാർട്സ് കാർഡാണ്. പേജ് ഓഫ് സ്വാർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരുപാട് ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അറിവുകൾ നേടുക എന്ന് പറയില്ലേ, വലുതും ചെറുതുമായ ഒരുപാട് അറിവുകൾ നിങ്ങളിപ്പോൾ നേടുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയെ നിങ്ങൾ കീഴടക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. അത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം, നിങ്ങളുടെ കരിയർ ആവാം, എന്തു തന്നെ ആവാം. നിങ്ങൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തി യൂണിവേഴ്സിന്റെ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല പഠിക്കാനുള്ളത്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇനിയും അറിയാനായിട്ട് കിടക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി തോറ്റുകൊടുക്കാതെ മുന്നേറി പോവാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അറിവുകൾ നൽകുമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് കിട്ടുന്ന ഓരോ അറിവും ചെറുതല്ല. ആ എല്ലാ അറിവുകളും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനാണ് പറയുന്നത്. ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാരണം നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾ ആണ്. അതൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കാർഡാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. വെറുതെ ഒന്നും നിങ്ങളിലേക്ക് പുരോഗതി വരില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങളിലേക്ക് പുരോഗതി വരുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ മുന്നോട്ട് കാണാനാണ് പറയുന്നത്. ഉറച്ച നിലപാടോട് കൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കാണുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് അത് യൂണിവേഴ്സ് കാണാതെ പോയില്ല എന്നാണ് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങളിലേക്ക് എങ്ങനെ പുരോഗതി കൊണ്ടുവരണം, നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചർ എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജിയാണ്. എങ്കിൽ കൂടിയും നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ് നോക്കിക്കാണുന്നത്, നിങ്ങളുടെ കരിയറിലേക്കാണ് നോക്കിക്കാണുന്നത്. നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നിങ്ങൾ നോക്കിക്കാണുന്നത് അല്ലേ? അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് നേടുവാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എബണ്ടനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്താണോ അത് യൂണിവേഴ്സ് കാണാതെ പോവില്ല. ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള പുരോഗതി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചർ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടാവാം. എങ്കിലും അതെല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നില്ലേ? ആ ഒരു കാര്യത്തെ യൂണിവേഴ്സ് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു തന്നെ പോവുക. തടസ്സങ്ങൾ വരാം, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് അർഹമായ സമയത്ത് യൂണിവേഴ്സ് പുരോഗതി തരും കേട്ടോ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 5 of Wands കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്.
ഫൈവ് ഓഫ് വൺസ് ആണെന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ആംബിഷൻ ഫോളോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ചലഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ നോക്കി കാണുന്നുണ്ട്. എങ്കിലും പല തടസ്സങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ തോറ്റു പോകുന്നുണ്ടാവാം. എങ്കിൽ കൂടിയും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവാണ്, യൂണിവേഴ്സിനോട് പ്രെയർ ചെയ്യാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടല്ലോ യൂണിവേഴ്സ്, അതെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് എനിക്ക് പവർ തരണം, കറേജ് തരണം, അല്ലേ? അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു തവണ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണെ കാണുവാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. എങ്കിൽ അവിടെ ഒരു തടസ്സം വരുന്നുണ്ട്. നിങ്ങൾ തോറ്റു കൊടുക്കുന്നില്ല, വീണ്ടും അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്ക് തടസ്സം വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരണം. ചുമ്മാ ഒന്ന് മടങ്ങി വന്നാൽ പോരാ, ഞാനെന്ന വ്യക്തിയുടെ വളർച്ച കണ്ടുകൊണ്ട് വേണം അവർ എന്നിലേക്ക് മടങ്ങി വരാനായിട്ട്. അവർ എന്നിൽ നിന്നും പോകുമ്പോൾ ഞാൻ ഒന്നുമല്ലാത്തൊരു പേഴ്സൺ ആയിരുന്നു. എങ്കിൽ ഇനി അവരുടെ മടങ്ങി വരവ് എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തിയുടെ വിൽ പവറിനെ കണ്ടുകൊണ്ട് വേണം. അപ്പോൾ ഞാൻ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറല്ല. തടസ്സങ്ങൾ വന്നോട്ടെ, എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന ഓരോ വ്യക്തിയെയും തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ സഹായിക്കാനായിട്ട് ആരോ ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയറിലൊക്കെ ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും യൂണിവേഴ്സ് ഒരു വ്യക്തിയെ നിയോഗിച്ചിട്ടുണ്ട്. അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വ്യക്തിയെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട വ്യക്തിയല്ല എന്ന് ഞാനും പറയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഒരു റൊമാൻറ്റിക് പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്റ്റഡ് ഹേർട്ടിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അവരെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്ക് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ട്. എങ്കിൽ പോലും എപ്പോഴൊക്കെയോ അവരെ വളരെയേറെ മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാണ്. അവരെക്കുറിച്ച് എനിക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ പറയുന്നില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല യൂണിവേഴ്സ്, ഞാൻ അവരെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അവരെ ചേസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും എന്നിലേക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. ഞാൻ അവരെ ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുകയാണ്. നിങ്ങൾ ചേസ് ചെയ്യാന്ന് പറഞ്ഞാല് നിങ്ങളുടെ മനസ്സ് അവരെ ചേസ് ചെയ്യാണ്. അവരെ ഡീപ്പ് എടുത്ത് നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സ് അവരെ നോക്കുകയാണ്, അവരെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്ക് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരോട് റൊമാൻറ്റിക് ഫീലിങ്സ് തോന്നുന്നുണ്ട്. അവരെന്ന വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു കണക്റ്റഡ് ഹേർട്ടിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സണും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതെന്ന് കാർഡ് പറയാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, അൺകണ്ടീഷണൽ ലവ് ആണ്, ഇത് മറക്കാൻ പറ്റുന്നില്ല, പാസ്റ്റിനെ കുറിച്ച് മറക്കാൻ പറ്റുന്നില്ല എന്ന്? കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അവരും അറ്റ് എ ടൈം അവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് സ്റ്റക്കിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളെയാണ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് അവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓൾഡ് മെമ്മറിയാണ് കാണിക്കുന്നത്, ഓൾഡ് സ്റ്റോറിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കൂ, അവര് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ടാവാം. എങ്കിൽ അവർ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷത്തിൽ, അവരെ തന്നെ അന്വേഷിക്കുന്ന നിമിഷത്തിൽ അവരുടെ കണ്ണ് കെട്ടിയ അവസ്ഥ, അവരുടെ ശരീരം മുഴുവനും വരിഞ്ഞു കെട്ടിയ അവസ്ഥയാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് കാണിക്കുന്നത്. മറ്റുള്ള വ്യക്തികളാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്കുള്ള മടങ്ങിവരവാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് സ്വാർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ഡീപ്പ് റെസ്റ്റിന്റെ ആവശ്യകത അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ബിസി ലൈഫിൽ നിന്നും ഒരു റെസ്റ്റിന്റെ ആവശ്യകത അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഹീൽ ആവുന്നുണ്ട്.
അവർക്ക് വളരെയേറെ മനപ്രയാസം ഉണ്ടാകുന്നുണ്ട്. മാനസിക സമ്മർദ്ദത്തെയാണ് കാണിക്കുന്നത്. അവർ മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവരാൽ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. അവർ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ നോക്കി കണ്ടിട്ടില്ലല്ലോ. ഇനി എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ നോക്കി കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു ഹീലിംഗ് ആണ്. അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് വിലപിക്കുന്നുണ്ട്. അവർ തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷന് കാരണമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവരാണ് നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് അല്ലേ? ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർ വിലപിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുമൊത്തുള്ള ഒരു സന്തോഷ നിമിഷത്തെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ നിങ്ങളുമൊത്തുള്ള ഒരു ട്രാവലിംഗ്, ഒരു യാത്ര അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ലാസ്റ്റ് കാർഡും പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി പോകണം, എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരണം. ഞാൻ എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ അവരെന്നെ സ്വീകരിക്കൂ. ആ ഒരു ഭയവും അവരിലുണ്ട്. കാരണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നിങ്ങൾ കുറേ നാളായിട്ട് സെപ്പറേഷനിലായിരിക്കണം. അപ്പോൾ അവർക്കൊരു പേടിയുമുണ്ട്, നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്ന്. എന്നാൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കറണ്ട് ഫീലിംഗ് ആണെന്ന്. നിങ്ങളെക്കുറിച്ച് അൺകണ്ടീഷണൽ ലവ് ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ അത്രമാത്രം അവർ വില കൽപ്പിക്കുന്നുണ്ട്, വില മതിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് ഞാൻ എടുക്കുകയാണ്. തിരിച്ച് അതിന് അവരെന്താണ് റിപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 ഒറക്കിൾ കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് കാണിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയാണ്, ബ്രോക്കണെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവരെ വളരെയേറെ മിസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഐ ഫീൽ ഷട്ടേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബ്രോക്കൺ ഹേർട്ടിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അതിനുള്ള മറുപടിയാണ് നെക്സ്റ്റ് കാർഡ്, കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവരുടെ ഫ്യൂച്ചറിലേക്ക്, അവരുടെ ബെറ്റർ പാർട്ട്ണറായിട്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അനുയോജ്യമായ സമയത്തെയാണ് അവർ നോക്കിക്കാണുന്നത്. അതിനുവേണ്ടി യൂണിവേഴ്സിനോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ ഒരു നിമിഷവും കടന്നു പോകും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ കറക്റ്റ് റീഡിംഗ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.